യൂട്യൂബ് ചാനൽ ഒരു കൊച്ചു ഫാമിലി വ്ളോഗ്സ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 6 മണി ആയപ്പോഴത്തേക്ക് പളനി വന്നു. ഇവിടെ ജെയിം ലോഡ്ജിംഗ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. കാർ പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളോട്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. അപ്പം നമുക്ക് കാറാണെങ്കിലും ശരി വെളിയിലൊന്നും ഇടണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഇടാമായിരുന്നു. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പളനിയിലോട്ട്. നമുക്ക് നടന്നു പോകാം. നമ്മളിവിടുന്ന് നോക്കി ഈ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ പളനി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ആയിരുന്നു അമ്പലം. അത് കഴിഞ്ഞ് കല്യാണിയാണെങ്കിൽ കട്ടിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് കല്യാണി കട്ടിലേ കിടന്ന് ഭയങ്കര ചാട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പം ഈ അമ്പലം കാണാൻ പറ്റും, പളനി അമ്പലം. നമ്മളങ്ങനെ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ കഴിക്കാൻ പോയി. അവിടെ ദോശയായിരുന്നു. കല്യാണിക്ക് ദോശ വേണമായിരുന്നു. അങ്ങനെ നമ്മൾ ദോശ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ 8 മണിയുടെ റൂമിൽ വന്നു. രാവിലെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് നമ്മൾ റൂമിൽ വന്നൊന്ന് ഫ്രഷപ്പായിട്ട് പിന്നെ ഉറങ്ങി. അങ്ങനെ രാവിലെ 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഒരുങ്ങി ഇറങ്ങി. തലേന്ന് മുല്ലപ്പൂവൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് സെറ്റ് കൊടുത്ത് നമ്മൾ കല്യാണിയുടെ തലമുടി മൊട്ടയടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അമ്പലത്തിൽ ചെന്നു. മുടി മൊട്ടയടിക്കാൻ നേരം കല്യാണിക്ക് അറിയില്ല ഇതെന്നാ ചെയ്യുക. അച്ഛൻ എന്നെ എടുത്ത് അങ്ങോട്ട് തിരിക്കുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നത് അവൾക്കറിയില്ലായിരുന്നു. തൊട്ടപ്പുറത്തെല്ലാം പിള്ളേരെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ഇവൾ കരഞ്ഞില്ല കേട്ടോ. ഇവളിങ്ങനെ എല്ലാവരെയും നോക്കി നോക്കി ഇരുന്ന് അങ്ങനെ തലമുടിയൊക്കെ പോയപ്പോൾ ആൾക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ആൾ കരഞ്ഞൊന്നുമില്ല. ആൾ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കല്യാണിയുടെ തലമുടി മൊട്ടയൊക്കെ അടിച്ച് നമ്മൾ ചന്ദനമൊക്കെ തേച്ച് അമ്പലത്തിൽ പോയി തൊഴുതു. തിരിച്ച് വന്നത് നമ്മൾ തേനി വഴിയായിരുന്നു. അങ്ങോട്ട് തെമ്മല വഴി പോയി, ഇങ്ങോട്ട് തേനി വഴി വന്ന് മുന്തിരിത്തോപ്പിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ രാത്രി ഒരു 8-9 ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു.